ഈ പ്രാണിക് ഹീലിംഗ് അല്ലെങ്കിൽ ഊർജ്ജ ചികിത്സയൊക്കെയായി ബന്ധപ്പെട്ട് തുളസിയെക്കുറിച്ച് മറ്റ് എന്തെങ്കിലുമൊക്കെ അറിവുകൾ സാറിനുണ്ടോ? തുളസിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രാണൻ വയലറ്റ് പ്രാണനാണ്. ഈ വയലറ്റ് പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ദൈവിക ഊർജ്ജമാണത്, ദൈവിക പ്രാണനാത്. അപ്പോൾ ഈശ്വരീയമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ കിട്ടുന്ന ഒരു സസ്യം ആണ് ഈ തുളസി എന്ന് പറയാം. നമ്മുടെ ഈ വയലറ്റ് പ്രാണൻ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ സഹസ്രാരത്തിൽ വയലറ്റ് പ്രാണനാണ് ഈ ഡിവൈൻ പ്രാണൻ ഇങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിക്കോണമെന്നില്ല. സഹസ്രാരത്തിലെ പ്രാണൻ വയലറ്റ് പ്രാണനാണ്. അതുപോലെ തന്നെ ഈ ആജ്ഞാചക്രം ഉണ്ടല്ലോ, ആജ്ഞാചക്രത്തിലും വയലറ്റ് പ്രാണനുണ്ട്, പകുതിയോളം വയലറ്റ് പ്രാണനാണ്. അപ്പോൾ ഈ പ്രാണനെ ഉത്തേജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പീനിയൽ, പിറ്റ്യൂട്ടറി, ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഉത്തേജനം കിട്ടും, അന്തസ്രാവ ഗ്രന്ഥികൾക്ക്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറിയാണ് എല്ലാ ഗ്ലാൻഡുകളുടെയും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആജ്ഞാചക്രത്തെ മാസ്റ്റർ ചക്ര എന്നാണ് പറയുന്നത്. പിറ്റ്യൂട്ടറിയാണ് മറ്റെല്ലാ അന്തസ്രാവ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശരിക്കും തുളസി എന്ന് പറയുന്ന അല്ലെങ്കിൽ തുളസി തലയിൽ ചൂടുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഈ പിറ്റ്യൂട്ടറി സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഊർജ്ജസ്വലമാകും. അങ്ങനെ വരുമ്പോൾ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡിനും അത് പ്രയോജനപ്പെടും. എന്ന് മാത്രമല്ല, തലയിലൊക്കെ ചൂടുമ്പോൾ നമുക്ക് തന്നെ ആ ചൈതന്യത്തിൻ്റെ ഒരു മാറ്റം വരും. നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രാണന്, മറ്റ് നല്ല പ്രാണനുള്ള ഒരു വസ്തു നമ്മുടെ ശരീരവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രാണനും മാറ്റം വരും സ്വാഭാവികമായിട്ടും. അത് തന്നെ തുളസി തലയിൽ ചൂടുമ്പം അത് തീർച്ചയായിട്ടും അത് ആ ചൈതന്യത്തിന് വ്യത്യാസം വന്നു കഴിയും. ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലമൊക്കെ മാനസിക രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിൽ നാം നൽകുന്ന ഈ മാനസമിത്ര വടകം തുളസിയില ചേർത്ത് വരുന്ന ഒരു ഔഷധയോഗമാണ്. ഇവിടെ ഈ ദോഷങ്ങളെ സമാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ഈ തുളസിയുടെ തീക്ഷ്ണ സ്വഭാവം വളരെയധികം സഹായിക്കുന്നു. ഈ തുളസി സമൂലം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മൺകുടത്തിൽ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിൽ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പുക പുറത്തു പോകാത്ത വിധത്തിൽ മുഖം വായ്ക്കെട്ടി, കുടത്തിൻ്റെ വായ്ക്കെട്ടി വറുത്ത് എടുക്കുന്ന ആ തുളസി വടിയെ അരച്ച് ലേപനം ചെയ്യുന്നത് തീപ്പൊള്ളലൊക്കെ ഏറ്റിട്ട് വരുന്ന വ്രണത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഔഷധ പ്രയോഗമാണ്. ഇത് നമ്മൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ആ വ്രണം കരിയുന്നതിനും വേദന കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മസാലക്കൂട്ടുകൾക്കായി പോലും തുളസി ഉപയോഗിക്കുന്നുണ്ട്. അത്ഭുതപ്പെടുന്നുണ്ടാവുമല്ലേ? തുളസിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ജീവധാരയിൽ വീണ്ടും കാണാം.